നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ക്രീമി ഗാർലിക് മഷ്റൂം കറി. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മഷ്റൂം കറിക്ക് വേണ്ടി നമുക്കൊരു കടായി എടുക്കാം. കടായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലൂടെ ചേർക്കാം. ബട്ടറും ഓയിലും ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 10 മുതൽ 12 വരെ വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയത് ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഗാർലിക്കിൻ്റെ റോ സ്മെല്ല് മാറുമ്പോൾ നമുക്കതിലേക്ക് വൈറ്റ് അണിയൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തതുകൂടെ ആഡ് ചെയ്ത് നല്ലപോലെ സോട്ട് ചെയ്യാം. വൈറ്റ് അണിയൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ അണിയനും നമുക്കിതിലേക്ക് ചേർക്കാം. അണിയനും ഗാർലിക്കും നല്ലപോലെ സോട്ടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണത്. ഇനി നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. മഷ്റൂം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഷ്രെഡഡ് മോസറല്ല ചീസ് കൂടെ ആഡ് ചെയ്യാം. ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടെ ആഡ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ പെപ്പർ കൂടെ ആഡ് ചെയ്യാം. ഞാൻ 1/2 ടീസ്പൂൺ സോൾട്ട് കൂടെ ആഡ് ചെയ്യാണ്. ചീസിൽ സോൾട്ട് ഉണ്ട്, അപ്പോൾ അത് കാരണം നമ്മൾ ലാസ്റ്റിൽ നമുക്ക് നോക്കാം എത്ര ഉപ്പ് വേണമെന്ന്. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് അടച്ചു വെച്ചൊരു 2 മിനിറ്റ് വേവിക്കാം. മഷ്റൂം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് ആയിട്ടുണ്ട്. മഷ്റൂം കുക്കായി. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നിറയെ കോറിയാൻഡർ ലീവ്സ് ഇങ്ങനെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തതോടെ ആഡ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്രീമി ടെക്സ്ചറിലെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രീമി ഗാർലിക് മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിലെ യമ്മി കറിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിന്ന് തയ്യാറാക്കിയ ക്രീമി ഗാർലിക് മഷ്റൂം കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാനും വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നാൽ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. വളരെ സ്പൈസി ഒന്നുമല്ല. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിലൊരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക.
തയ്യാറാക്കിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ, ബൈ.